ആന എഴുന്നള്ളത്ത് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശത്തിൽ പ്രതിഷേധം ശക്തമാക്കി ആന ഉടമ സംഘങ്ങളും കപട മൃഗസ്നേഹികളുടെയും NGOകളുടെയും ലക്ഷ്യം ഉത്സവങ്ങളെ ഇല്ലാതാക്കുകയാണ്. വിദേശ പൗരത്വമുള്ള 2 വനിതകൾ ഇത്തരം നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. കോടതി മാർഗനിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്തുന്നത് സംബന്ധിച്ച് തന്ത്രിമാരും വിദഗ്ധരുമായി സംസാരിച്ച് തീരുമാനമെടുക്കണമെന്നും ആന ഉടമകളുടെ സംഘങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത് ഉത്സവാഘോഷങ്ങളെ മൊത്തം ബാധിക്കും. അല്ലാണ്ട് ഒരു ആനയെ സംരക്ഷിക്കുന്ന ആൾ എന്ന രീതിയിലല്ല അത്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കണ്ണൂർ ജില്ല വരെ പൂർണ്ണമായി ആനകൾ ഉപയോഗിക്കുന്നുണ്ട്. കാസർഗോഡും ഉണ്ട്, വളരെ കുറവാണെന്ന് മാത്രം. ഇതോടൊപ്പം ഈ ആന എഴുന്നള്ളിപ്പിൻ്റെ ഭാഗമാണ് നമ്മളിന്ന് കാണുന്ന മേളം, പഞ്ചവാദ്യം, നാദസ്വരം, ശിങ്കാരിമേളം, അനുബന്ധമായ ഒത്തിരി കലകൾ. അതൊക്കെ ഈ ഉത്സവത്തിന്, ആന എഴുന്നള്ളിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നടക്കുന്നതാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു 3 ലക്ഷം പേരെങ്കിലും ജീവിക്കുന്നുണ്ടായിരിക്കാം മൊത്തം, കേരളം മൊത്തം. അത്രയും പേരുടെ ഒരു ജീവിതമാർഗ്ഗമാണ് ഏകദേശം ഒരു 5-6 മാസക്കാലം. വിരലിലെണ്ണാവുന്ന ചില പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെ മൊത്തം വേര് പിഴുത് മാറ്റുകയല്ല വേണ്ടത്, കുറച്ചുകൂടെ നയപരമായ തീരുമാനങ്ങളിലൂടെ നിലനിർത്താൻ സഹായിക്കുകയാണ് വേണ്ടത്. ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭാഗമാണ്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങളിൽ ഉറപ്പായും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് ആന ഉടമകളുടെ പ്രതിഷേധം. അത് അവർ ഏത് നിലയ്ക്കിപ്പോൾ ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ലക്ഷ്മി, ആനയുടമകളുടെ സംഘടനകൾ 2 സംഘടനകളാണ് കേരളത്തിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. മുഴുവൻ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള മുഴുവൻ ജില്ലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് 2 സംഘടനകൾ, കേരള എലഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ, അതുപോലെ തന്നെ കേരള എലഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ എന്നിങ്ങനെ 2 സംഘടനകൾക്ക് കീഴിലാണ് ആന ഉടമകൾ പ്രവർത്തിക്കുന്നത്. ഈ 2 സംഘടനകളും പ്രത്യക്ഷത്തിൽ തന്നെ കോടതി മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ കടുത്ത വിയോജിപ്പും പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് ആന പരിപാലന ചട്ടത്തിൻ്റെ, നാട്ടാന പരിപാലന ചട്ടത്തിൻ്റെ അടക്കമുള്ള അതിനെ പരിഷ്കരിച്ചുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമ്പോൾ നിലവിലെ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഉത്സവങ്ങളെയും എഴുന്നള്ളിപ്പുകളെയും ഒക്കെ കാര്യമായി തന്നെ ഈ ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ നിയന്ത്രണങ്ങൾ ബാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ഉപജീവന മാർഗത്തിന്, അതായത് ആന ഉടമകളുടെയും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന പാപ്പാന്മാരടക്കമുള്ള തൊഴിലാളികളുടെയും ഒക്കെ ഉപജീവന മാർഗത്തിന് കാര്യമായ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കോടതിയുടെ ഇടപെടലായിപ്പോയി ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ഉണ്ടാകുമെന്നും പറയുന്നു. പ്രതിഷേധങ്ങൾ വരുന്ന ദിവസങ്ങളിലായി ആലോചിച്ച് കോടതി തീരുമാനങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷം പ്രധാനമായും ആലോചിച്ച് നടത്തുമെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജികളും കേസും പരിഗണിക്കുമ്പോൾ ആന ഉടമകൾ എന്നുള്ള നിലയിലോ ഉത്സവ നടത്തിപ്പുകാരെന്നുള്ള നിലയിലോ ദേവസ്വങ്ങളുടെയും അടക്കം മൊഴികളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അവരെ കേൾക്കാനോ കോടതി തയ്യാറായിട്ടില്ല. തികച്ചും ഏകപക്ഷീയമായ രീതിയിലുള്ള വിധിയും മാർഗനിർദ്ദേശവുമായി പോയി എന്നുള്ളൊരു ആരോപണവും ഇവർ ഉയർത്തുന്നുണ്ട്. പ്രധാനമായും ആന ഉടമകളും മറ്റും പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തി ഉപജീവനം നടത്തുന്ന 3 ലക്ഷത്തിലധികം ആളുകളുണ്ട്. ഉത്സവങ്ങളും മറ്റുള്ള ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ആളുകളടക്കം ഇത്തരത്തിൽ 3 ലക്ഷത്തോളം ആളുകൾ വരും. ഇവരുടെ ഉപജീവനത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നിട്ടും അത് പരിഗണിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഈ ഉത്തരവുകളും കോടതി മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയ ആളുകളുടെ, അതായത് ജഡ്ജിമാരെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത്തരം ആളുകളുടെ പശ്ചാത്തലം കൂടി നിയമപരമായി പരിശോധിക്കണമെന്നും കേരള എലഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കൾ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പമാണ് പ്രധാനപ്പെട്ടത്, ഈ ഉത്സവങ്ങളും മറ്റും കലക്കുന്നതിനായി അല്ലെങ്കിൽ അത്തരം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിനായി രാജ്യാന്തര ലോബി പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ പൗരത്വമില്ലാത്ത 2 വിദേശ പൗരത്വമുള്ള വനിതകൾ ചേർന്ന് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ആന ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏതായാലും നിരവധി ആരോപണങ്ങളാണ് ആന ഉടമകൾ ഉയർത്തുന്നത്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.